ഇവിടെ ശ്രീ രാഹുൽ ഒരു കാര്യം പറഞ്ഞു. ഈ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോയിട്ട് ഗുരുവായൂരില് മണിയടിച്ചെന്നുള്ളത് കൃഷ്ണപിള്ളയാണല്ലോ ഉദ്ദേശിച്ചത്. കേളപ്പനും AKGയും ഒക്കെ സമരം ചെയ്യുന്ന കാലഘട്ടത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്ന ഘട്ടത്തിൽ തന്നെ ഗാന്ധിയൻ ചിന്തയെ പിന്തുണച്ച ആളാണ് കൃഷ്ണപിള്ള. അത് മനസ്സിലാക്കണം. ആ ഗാന്ധിയൻ ചിന്തയെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചത് എപ്പോഴാണെന്നുള്ളത് വേറെ വിഷയം. അത് ഞാൻ പിന്നെ ചർച്ച ചെയ്യാത്തതുകൊണ്ട് പറയുന്നില്ലെന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് അത് കമ്മ്യൂണിസ്റ്റുകാരെ മണിയടിച്ചെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ചെന്നിത്തലയെ കുറിച്ച് പറഞ്ഞ അത്രേ ഉള്ള ഒരു കാര്യം. പക്ഷെ ഇതില് ഈ വിഷയത്തിലേക്ക് വരുമ്പോഴേ എന്തുകൊണ്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പ് മുഖ്യമന്ത്രിക്ക് ഇങ്ങനൊരു പിന്താങ്ങ പ്രസ്താവന തോന്നിയത്? ഇത് ഞാൻ അഭിലാഷം ഞാൻ ചോദിക്കുന്നത്, പാർട്ടിക്ക് നയം വേണ്ടേ? ആരെങ്കിലും പ്രസംഗിച്ചപ്പോൾ സപ്പോർട്ട് ഉണ്ട്, അതാണോ വേണ്ടേ? അയലസ അതാണോ വേണ്ടത്? പാർട്ടി പറയണം നവോത്ഥാനത്തിന്റെ നായകരാണ് ഇന്നത്തെ മതിൽ കെട്ടിയ ആൾക്കാരാണല്ലോ. കോൺഗ്രസിനും ബാധകമാവില്ല. കോൺഗ്രസ് അങ്ങനെ കൃത്യമായി പറയുന്നുണ്ടോ എന്ന് രാഹുൽ ഇടയ്ക്ക് സംശയം ചോദിച്ചിരുന്നു എന്ന് തോന്നുന്നു. എന്താ സംശയം? കോൺഗ്രസ് അല്ലേ? കോൺഗ്രസിന്റെ ചരിത്രം അറിയുന്ന ഒരു വിഷയമാണോ? കേരളത്തിലെ മഹാത്മാഗാന്ധി ആണല്ലോ വൈക്കം സത്യാഗ്രഹ സമരത്തില് മന്നത്ത് പത്മനാഭനെ എന്താ പറയുക സ്വാധീനിച്ച വ്യക്തിത്വം ഏതാ? കൃഷ്ണപിള്ളയെ സ്വാധീനിച്ച വ്യക്തിത്വം ഏതാ? ആ മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത്. ആ കോൺഗ്രസിന്റെ പാരമ്പര്യം മതേതര ചിന്തയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് അനാവശ്യമായിട്ട് വിവാദം വിളിച്ചു പറയാത്തത്. ഷർട്ടിടണോ വേണ്ടയോ എന്നുള്ള അല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. ഒരു വ്യക്തി അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രത്തിൽ പോകണം എന്നുള്ളത് വളരെ കറക്റ്റാണ് നേരത്തെ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോ പാർട്ടിക്കാണ് തീരുമാനം എടുക്കണമെങ്കിൽ, ഇന്നിപ്പോ ഗോവിന്ദ മാഷ് അത് പിന്തുണച്ചിട്ടുണ്ട്. അപ്പൊ മുഖ്യമന്ത്രി അത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടില്ല. ഗോവിന്ദ മാഷ് പിന്തുണയ്ക്കുകയാണെങ്കിൽ പാർട്ടി പിന്തുണച്ചു. അപ്പൊ പാർട്ടി പിന്തുണയ്ക്കുകയാണെങ്കിൽ ദേവസ്വം ബോർഡുകൾ തീരുമാനമെടുക്കണം, അല്ലെ ഗവൺമെന്റ് ബില്ല് കൊണ്ടുവരണം. അതല്ലെങ്കിൽ പാർട്ടി ഇതിന് മുന്നണി LDF ആണല്ലോ ഭരിക്കുന്നത്, LDFന്റെ നയമായിട്ട് പ്രഖ്യാപിക്കണം. ചുമ്മാ ഒരു പ്രസംഗത്തെ പറഞ്ഞിട്ട് അതാണ് ശരിയെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞത്. കാരണം വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയെ പിന്താങ്ങിയ വെള്ളാപ്പള്ളി പ്രശ്നം കുടുങ്ങിപ്പോകും. കാരണം ഈഴവരും ഇന്ന് പൂണൂൽ ചരിക്കുന്നുണ്ട്, അതറിയാവോ? വിശ്വകർമ്മജർ പൂണൂൽ ചരിക്കുന്നുണ്ട്. ഇപ്പൊ ക്ഷേത്രങ്ങളിൽ തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ബോർഡുകളിലെ പട്ടികജാതി വിഭാഗത്തിലുള്ളവർ ക്ഷേത്രത്തിൽ ശാന്തിക്കാരായിട്ട് നിയമിക്കുന്നുണ്ട്. അവര് പൂണൂല് ധരിക്കുന്നുണ്ട്. അപ്പൊ പൂണൂല് കാണാൻ വേണ്ടിയാതൊക്കെ പറഞ്ഞ് എന്താ നമ്മളെ അർത്ഥം? എനിക്ക് മനസ്സിലാവുന്നില്ലത്. അപ്പൊ ഞാൻ സ്വാമിജിയുടെ ആ ഒരു പ്രസ്താവന അത് എന്തോ സ്വാമിജിക്ക് ഒരു തെറ്റിദ്ധാരണ വന്നതാണോ അതോ അദ്ദേഹം എനിക്ക് അറിയില്ല എന്തായാലും. പക്ഷെ അതൊരു ഞാൻ പറഞ്ഞ പരിഷ്കൃത സമൂഹത്തിൽ അവിടെ ശ്രീകുമാർ, ഞാൻ ഇടപെടാതെ പോകുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ്. താങ്കൾ ഈ പറഞ്ഞതുപോലുള്ള ക്ഷേത്രങ്ങളിലെ പൂജാരിമാരായി ദളിതർ വന്നത് ഞങ്ങളുടെ കാലഘട്ടത്തിലല്ലേ എന്ന് ഇടതുപക്ഷം അഭിമാനത്തോടെ ചോദിക്കുന്നുമുണ്ട്. ആര് പറഞ്ഞു? എത്രയോ കാലം മുമ്പ് തന്നെ ഇവർക്കൊക്കെ ഈ ധർമ്മ പഠിപ്പിച്ചു തുടങ്ങിയതാണ് പൂജ തന്ത്രവിദ്യകള്. അത് ശരിയാണ്, പഠിപ്പിച്ചു തുടങ്ങിയതാണ്. പോരെ, അതായത് തന്ത്രവിദ്യ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞ നിസ്സാര, അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം സംഭവിക്കാം. അതിനിപ്പോ എന്താ തെറ്റുള്ളത്? കോൺഗ്രസ് മേൽശാന്തി ആകണമെങ്കിൽ ഇപ്പോഴും മലയാള ബ്രാഹ്മണൻ തന്നെ വേണം. അത് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലാണ് എന്ന് തോന്നുന്നു ശ്രീ വിദ്യാസാഗർ. കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൂടെ നമ്മൾ കാണണ്ടേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇവര് അവസാനം ഒന്ന് പറയാ, കമ്മ്യൂണിസ്റ്റ് ദേവസ്വം മന്ത്രി ആണെങ്കിൽ അവസാനം പറയുക അത് തന്ത്രിയുടെ തീരുമാനം എന്താ പറയാ. അപ്പൊ തന്ത്രിയെ അംഗീകരിക്കണമെങ്കിൽ ഇവര് ഈ വിപ്ലവം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്